Hi everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് എഗ് ബജ്ജി. ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 5 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് വെള്ളം. ആദ്യം നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കടലപ്പൊടി എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ ചതച്ച് വെച്ചതോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല തിക്ക് ബാറ്റർ ആക്കി എടുക്കുക. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ലൂസായി പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കിയാൽ മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടെടുക്കുക. ഇത് ചൂടായ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് സ്പൂൺ കൊണ്ട് ഇട്ടെടുക്കുകയാണ് ബെറ്റർ. ആ സമയത്തെ മാവ് ഫുള്ളായിട്ട് മുട്ടലുമിൽ നിൽക്കുന്നുള്ളൂ. കൈകൊണ്ട് ഇടുമ്പോൾ പല ഭാഗത്തും മാവ് നിൽക്കുന്നില്ല. കുറച്ച് നേരത്തിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബജ്ജി ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.